കുഞ്ഞുമക്കൾക്ക് ഏറ്റവും പ്രിയമാകുന്ന ഒന്നാണ് ലേസ് ചിപ്സുകൾ. 5-നും 10-നുമൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ 4-5 കവറൊക്കെ ലേസൊക്കെ വാങ്ങി നാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുമുണ്ട്. അവരത് ആസ്വദിച്ച് കഴിക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ലേസ് ചിപ്സിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് ഉരുളക്കിഴങ്ങ് ലേസ് ചിപ്സിൽ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ചേരുവകൾ ഉണ്ട് എന്നൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ലേസിന്റെ ക്ലാസിക് പൊട്ടാറ്റോ ചിപ്സിനെ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി യുഎസിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് ഇത്തരമൊരു വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അംഗീകാരമില്ലാത്ത പാൽ ചേരുവകൾ ഈ ചിപ്സിൽ ഉപയോഗിക്കുന്നുവെന്ന് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ ഈ ചിപ്സിന്റെ ഉപഭോഗം മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ക്ലാസ് 1 വിഭാഗത്തിലേക്ക് മാറ്റി നൽകിക്കൊണ്ട് ഡിസംബറിൽ തന്നെ നോട്ടീസും നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 13,000 ഔൺസിന്റെ 63,000 പാക്കറ്റുകൾ അടങ്ങിയ ബാച്ചിലാണ് അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരമില്ലായ്മ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകിയത്. അതായത് ഈ ചേരുവകൾ ജീവൻ വരെ അപകടത്തിലായേക്കാവുന്ന അലർജിക്ക് വരെ കാരണമാകും എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡം ലംഘിക്കപ്പെട്ട ലേസ് പൊട്ടാറ്റോ ചിപ്സ് പാക്കറ്റുകൾ വാഷിംഗ്ടണിലും ഒറിഗോണിലും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ തിരിച്ചു വിളിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് ലേസ് ചിപ്സിൽ അടങ്ങിയിരിക്കുന്ന ഗുണനിലവാരമില്ലാത്ത പാൽ ചേരുവകൾ പലതരത്തിലുള്ള അലർജിക്കും ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും എന്നാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. ശ്വാസമുട്ടൽ, ഛർദി, ശ്വാസതടസ്സം, ചുണ്ട്, നാവ്, തൊണ്ട എന്നിവിടങ്ങളിൽ വീക്കം, ചൊറിച്ചിൽ എന്നിവയായിരിക്കും ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നീട് ജീവൻ വരെ അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്നാണ് വിവരങ്ങൾ. അത് മാത്രമല്ല, ഉരുളക്കിഴങ്ങിൽ പോലും വിഷാംശമുണ്ടെന്നാണ് നിലവിലുള്ള വിവരങ്ങൾ. ഉരുളക്കിഴങ്ങ് വാങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് പച്ച നിറമാവുകയും മുളകൾ വരാൻ തുടങ്ങുകയും ചെയ്യും. അത്തരത്തിൽ മുളച്ച ഉരുളക്കിഴങ്ങ് സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മുളച്ച ഉരുളക്കിഴങ്ങിൽ വിഷാംശമുണ്ടെന്നും അത് ഭക്ഷ്യവിഷബാധയ്ക്കും മരണത്തിനും വരെ കാരണമാകുമെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ മുളച്ച ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കരുത്. മാത്രമല്ല, തക്കാളി, കത്തിരിക്ക തുടങ്ങി വ്യത്യസ്തനം പച്ചക്കറികളിൽ കാണപ്പെടുന്ന 2 ഗ്ലൈക്കോ ആൽക്കൈഡ് സംയുക്തങ്ങളായ സോലാനിൻ, കാക്കൂൻ എന്നിവിടങ്ങളുടെ ഉറവിടമാണ് ഉരുളക്കിഴങ്ങ്. ചെറിയ അളവിൽ കഴിക്കുമ്പോൾ പോലും ഗ്ലൈക്കോ ആൽക്കൈഡുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, കൊളസ്ട്രോൾ തുടങ്ങിയവ കുറയ്ക്കുന്നതുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. എന്നാൽ ഇവ കൂടിയ അളവിൽ കഴിച്ചാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന തരത്തിൽ വിഷപദാർത്ഥമാകും എന്നാണ് വിവരങ്ങൾ. ഉരുളക്കിഴങ്ങിനുണ്ടാകുന്ന പച്ചനിറമാകട്ടെ ക്ലോറോഫിൻ നൽകുന്നതാണ്. ഇത് വിഷപദാർത്ഥമല്ല, എന്നാൽ ഗ്ലൈക്കോ ആൽക്കൈഡുകൾ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണിത്. ഉരുളക്കിഴങ്ങ് മുളച്ചു തുടങ്ങുമ്പോൾ അതിലെ ഗ്ലൈക്കോ ആൽക്കൈഡിന്റെ അളവ് കൂടാൻ തുടങ്ങും. ഈ ഉരുളക്കിഴങ്ങ് കഴിച്ച് മണിക്കൂറുകൾക്ക് മുതൽ അടുത്ത ദിവസത്തിനകത്ത് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിക്കും. ടോക്സിക് സംയുക്തമായ സോളാനിൻ ഓക്കാനം, ഛർദി, വയറിളക്കം തുടങ്ങി നാഡീ സംബന്ധമായ രോഗങ്ങൾക്ക് വരെ കാരണമാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ പറയുന്നത്. സോളാന്റെ വിഷാംശം ശരീരത്തിലെത്തിയാൽ രക്തസമ്മർദ്ദം കുറയും, പൾസ് നിരക്ക് കൂടും, തുടർന്ന് കടുത്ത പനി, തലവേദന, ആശയക്കുഴപ്പം തുടങ്ങി മരണം വരെ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനാൽ തന്നെ ഉരുളക്കിഴങ്ങിൽ ചെറിയൊരു മുള വന്നു തുടങ്ങിയാൽ തന്നെ ആ ഭാഗം മുറിച്ചു കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.